വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ ഈ എലി ഗ്യാങ് ഈ സ്റ്റൂളും തള്ളിക്കൊണ്ട് എങ്ങോട്ട് പോവുക? ഏയ്, നിങ്ങൾ എന്താ ചെയ്യുന്ന മൈ ഡിയർ എലി ഗ്യാങ്? ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ നിന്നും ചീസും ബട്ടറും വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. കൃഷി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അത് മുകളിൽ തൂക്കിയിട്ടിരിക്കുക. ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ തന്നെ ഊരിത്തരാം. ബാൾട്ടി പോയി സ്റ്റൂളിന്റെ മേലെ കയറുവാണല്ലോ. അവനെ പേടിപ്പിച്ച് താഴെ ഇടാൻ പറ്റിയ അവസര. ഈ ബലൂൺ അങ്ങോട്ട് പൊട്ടിക്കാം. ശബ്ദം കേട്ടവൻ തലയും കുത്തി താഴെ വീഴും. അയ്യോ, എന്റെ അമ്മേ, ഭയങ്കര വേദന എടുക്കുന്നേ. എന്താ ബാൾട്ടി പോയി, നിന്റെ കാറ്റ് പോയല്ലേ? അയ്യോ, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിച്ചേ? ഇവനുണ്ടല്ലോ ഈ എലിക്കൂട്ടങ്ങളെ സഹായിക്കുകയായിരുന്നു, എന്നിട്ട് അവൻ തന്നെ അങ്ങ് വീണു. നീയൊക്കെ എങ്ങനത്തെ കൂട്ടുകാരാടാ കൃഷ്? ആളുകളെ സഹായിക്കാനായി 3 സാപ്പേക്കർ സഹോദരങ്ങൾ അവരുടെ ജീവൻ വരെ കൊടുക്കും. പക്ഷെ നീയാണെങ്കിലോ കൂട്ടുകാരനെ കണ്ടിച്ചിരിക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടതാണ്. പറയൂന്നേ ട്രിഷ്, എന്താണ് ഇവരുടെ കഥ? പറഞ്ഞു തരാം. ഹേയ് സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിൽ ചിൻസ്വാഡ് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഗ്രാമവാസിയായിരുന്നു ചാപ്പേക്കർ ബന്ധു. എന്ന് പറഞ്ഞാൽ 3 സഹോദരങ്ങൾ: ദാമോദർ, ബാലകൃഷ്ണ, വാസുദേവ് ചാപ്പേക്കർ. ഇവരമ്പലത്തിൽ ദൈവങ്ങളുടെ ഭക്തിഗാനങ്ങൾ പാടുമായിരുന്നു. 1897 മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിൽ പ്ലേഗ് എന്ന് പറയുന്ന ഭയാനകമായ അസുഖം പടർന്നു പിടിച്ചു. പ്ലേഗ് മൂലം ആളുകളെല്ലാം ഛർദ്ദിക്കാൻ തുടങ്ങി, പനി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അസുഖം കാരണം ആളുകൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഓഫീസേഴ്സ് വീട് തോറും കയറിയിറങ്ങി ആളുകളെ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് മാറ്റുമായിരുന്നു. മെഡിക്കൽ ക്യാമ്പുകളിലാണെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ലായിരുന്നു. ഈ തിരച്ചിലിന്റെ സമയത്ത് ആളുകളെ വെള്ളക്കാർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഈ ഉപദ്രവങ്ങളെല്ലാം കാരണം ആളുകളെല്ലാം ഒരുപാട് വിഷമിച്ചു. ഇതിന്റെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പൂനെയുടെ അസിസ്റ്റന്റ് കളക്ടർ പിന്നെ പ്ലേഗ് കമ്മീഷണർ വോൾട്ടർ ചാൾസ് റാൻഡ്. എല്ലാവരും വഴിമാറൂ, വഴിമാറൂ. പ്ലേഗ് കമ്മീഷണർ വോൾട്ടർ റാൻഡ് സാർ വരുന്നുണ്ട്. എല്ലാ വീട്ടിലും തിരഞ്ഞു നോക്കൂ. ഒരാളെയും വെറുതെ വിടരുത്. മുക്കും മൂലയും അരിച്ചു പെറുക്കൂ. വസ്ത്രം മാറ്റി ചെക്ക് ചെയ്യൂ. ആരെങ്കിലും അസുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മെഡിക്കൽ ക്യാമ്പിൽ കൊണ്ടുപോകൂ. ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളഞ്ഞേക്കൂ. പോയിക്കോളൂ. ഈ പൂനെയിൽ ഒരാൾക്ക് പോലും അസുഖമുള്ളതായി കേൾക്കാൻ ഇടവരരുത്. അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുക നിങ്ങൾക്കായിരിക്കും. വാട്ടർ ചാൾസ് റാൻഡ് തന്റെ സൈനികർക്ക് ആ ഓർഡർ കൊടുത്ത ഉടനെ തന്നെ അവർ നാട്ടുകാരെ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നിങ്ങളുടെ വസ്ത്രം അഴിക്കൂ. വേഗമാകട്ടെ, വേഗം വേഗം. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല സാർ, ഞങ്ങൾക്കൊരു അസുഖം പോലും ഇല്ല. നോക്കിക്കേ, ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ സാർ, വെറുതെ വിട്ടേക്കൂ. വെള്ളക്കാരുടെ അടിച്ചമർത്തൽ കൂടിക്കൊണ്ടേയിരുന്നു. പ്ലേഗ് എന്ന അസുഖം കാരണം ബ്രിട്ടീഷുകാർ കുട്ടികളെയും സ്ത്രീകളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ലാത്ത ആൾക്കാരെയും. ബ്രിട്ടീഷുകാർ ആളുകളെ കവർച്ച ചെയ്യാനും തുടങ്ങി. വോൾട്ടർ ചാൾസ് റാൻഡിന്റെയും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരുടെയും ഉപദ്രവം കാരണം ചാപ്പേക്കർ സഹോദരങ്ങളും അവരുടെ കൂട്ടുകാരും മഹാദേവ് വിനായക് റാണയുടെയും ഖണ്ഡാറാവു സാഠേക്കും ദേഷ്യം വന്നു. പിന്നീട് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാനായി ചാപ്പേക്കർ സഹോദരങ്ങൾ ചേർന്ന് ചാപ്പേക്കർ വ്യായാമ മണ്ഡലം തുടങ്ങി. കുറെയായി റെന്റിന്റെ പട്ടാളക്കാർ സ്ത്രീകളെയും വിടുന്നില്ല, കുട്ടികളെയും വിടുന്നില്ല. ഈ വെള്ളക്കാർക്ക് നമ്മൾ കൃത്യമായ ഒരു ഉത്തരം കൊടുത്തേ മതിയാകൂ. അതേ ദാമോദർ, ഈ വെള്ളക്കാർ അമ്പലങ്ങളും കവർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഹാദേവ് ദാദാ, വരൂ, നമുക്ക് ഇവരെ ഒരു പാഠം പഠിപ്പിക്കാം. സാട്ടെ, ഈ പട്ടാളക്കാരോട് യുദ്ധം ചെയ്തിട്ടോ അവരെ കൊന്നിട്ടോ യാതൊരു കാര്യവുമില്ല. അവർക്ക് ഓർഡർ കൊടുക്കുന്നയാള് വെള്ളക്കാരുടെ ഓഫീസർ വോൾട്ടർ ചാൾസ് റാൻഡ് ആണ്. അവരെ നമ്മളങ്ങ് തീർത്ത് കളയുകയാണെങ്കിൽ ആ സർക്കാരും ഇളകും. പിന്നെ ഈ അടിച്ചമർത്തലൊക്കെ അപ്പാടെ നിന്നുപോകും. താങ്കൾ പറഞ്ഞത് സത്യമാണ്. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? വാസുദേവ്, ധൃതിയിലൊന്നുമല്ല ഇത് ചെയ്യേണ്ടത്. എല്ലാം ക്ഷമയോടെ വേണം ചെയ്യാൻ. സത്യമാണ് ബാലകൃഷ്ണ. ഇതിനാവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം സംഭരിച്ചു വെക്കാം.
സാഫിക്കർ ബായിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി ഫ്ലാഗ് ഓഫീസർ റാൻഡിനെ കൊല്ലാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ബാലകൃഷ്ണൻ രഹസ്യമായി റാൻഡിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അയാളുടെ ഓരോ ദിവസത്തെ ഷെഡ്യൂളും, അയാൾക്ക് എത്ര ബോഡി ഗാർഡ്സ് ഉണ്ട് എന്നൊക്കെ. മഹാദേവൻ ഒരു ഫാക്ടറിയിൽ നിന്നും ഗൺ പൗഡറും കൈക്കലാക്കി. ദാമോദർ ആണെങ്കിൽ ഒരു സന്യാസിയുടെ വേഷത്തിൽ തോക്കുകൾ കൈയടക്കാനായി അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അതൊരു ഹനുമാൻ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു. ജയ് ഹനുമാൻ ഗാനഗുന സാഗർ ആരാ നീ? ജയ് കബീർ. എവിടെ പോവാ? പൂജാരിയാണ്. പൂജ ചെയ്യാൻ വേണ്ടി വന്നാണ്. അതിരാവിലെയായത് കാരണം പോലീസുകാർ പാതി ഉറക്കത്തിലായിരുന്നു. ഈ അവസരം മുതലെടുത്ത് ദാമോദർ പോലീസ് സ്റ്റേഷന്റെ പിറകിൽ കിടന്നിരുന്ന ഉണക്കപ്പുല്ലിന് തീയിട്ടു. ദാമോദറിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് അവിടെയുള്ള പോലീസുകാർ തീ കെടുത്താനായി പോലീസ് സ്റ്റേഷന്റെ പിറകുവശത്തേക്ക് പാഞ്ഞു. അങ്ങനെ തക്കം പാർത്ത് ദാമോദർ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി അവരുടെ റൈഫിളും തോക്കുകളും എടുത്തുമാറ്റി. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതിനു ശേഷം എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി വ്യായാമശാലയിൽ ഒത്തുകൂടി. ദാമോദർ, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ശക്തരാണ്. നമ്മുടെ കയ്യിൽ തോക്കുകളുണ്ട്. മാത്രമല്ല ആവശ്യത്തിന് വാളും മഴവുമുണ്ട്. പറയൂ, എപ്പോഴാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്? നാളെ ക്യൂൻ വിക്ടോറിയയുടെ കോർണേഷന്റെ 16ാമത് വാർഷികമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഗണേഷ് ഹെന്റ് സ്ഥിതി ചെയ്യുന്ന ഗവർണർ ബംഗ്ലാവിൽ ഈ വാൾട്ടർ റാൻഡ് പോകുന്നുണ്ടെന്നു. അവിടെ നമ്മളും എത്തിയിരിക്കും. നാളെ വാൾട്ടർ റാൻഡിന്റെ അവസാന രാത്രിയായിരിക്കും. ദാമോദരണ്ണ, നിങ്ങളുടെ പ്ലാൻ എന്താണ്? ബാലകൃഷ്ണ പറഞ്ഞതനുസരിച്ച് റാൻഡിന്റെ വണ്ടി 4 ചക്രമുള്ളതാണ്. ഞാനും ബാലകൃഷ്ണനും. ദാമോദർ എല്ലാവർക്കും തന്റെ പദ്ധതി വിവരിച്ചു കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായില്ലേ? വാൾട്ടർ റാൻഡിന്റെ 4 ചക്രമുള്ള വണ്ടി ഗവർണർ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ പറയും, ഗോന്ദിയ ആലാരേ. വരൂ, നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. വോൾട്ടർ റാൻഡ്, നിന്റെ കാര്യത്തിൽ തീരുമാനമായി. പദ്ധതി പ്രകാരം എല്ലാവരും ഗണേഷ് ഖണ്ഡ് ഗവർണറുടെ ബംഗ്ലാവിനടുത്തുള്ള റോഡിലെത്തിച്ചേർന്നു. അവിടെ ഒരു ദീപാവലിയുടെ പ്രതീതി ഉടലെടുത്തു. പരസ്പരം വെടിവയ്പ് നടന്നു. ആ വഴിയിലൂടെ കുറെ അധികം ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നു. ജാഫിക്കർ ബായി മരത്തിന്റെ മറ പറ്റി തന്റെ പൊസിഷൻ എടുത്തു. വാസുദേവും മഹാദേവും ഗവർണർ ബംഗ്ലായുടെ മുൻവശത്തായി ഒളിച്ചിരുന്നു. ബാലകൃഷ്ണയും ദാമോദറും കുറെയേറെ ദൂരെയായി ഒളിച്ചിരുന്നു. എന്നിട്ട് റാൻഡിന്റെ കുതിരവണ്ടിയെ കാത്തിരുന്നു. പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞ് വാസുദേവ് വേറെന്തോ കണ്ടു. എനിക്ക് തോന്നുന്നു പരിപാടി കഴിഞ്ഞെന്ന്. ആൾക്കാരൊക്കെ പുറത്തു വരാൻ തുടങ്ങിയല്ലോ. 4 ചക്രമുള്ള വണ്ടി ഇത് തന്നെയായിരിക്കും റാൻഡിന്റെ വണ്ടി. ഗോന്ദിയ ആലാരേ, ഗോന്ദിയ ആലാരേ. വാസുദേവന്റെ ശബ്ദം കേട്ട് ദാമോദരും ബാലകൃഷ്ണയും തമ്മിൽ ആംഗ്യം കാണിച്ചു. കുതിരവണ്ടി മുന്നിലെത്തിയ ഉടനെ ബാലകൃഷ്ണൻ പെട്ടെന്ന് തന്റെ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന പിസ്തൾ പുറത്തെടുത്തു. എന്നിട്ട് വളരെ പെട്ടെന്ന് കുതിരവണ്ടിയുടെ പിന്നിലൂടെ അകത്ത് കയറി. അകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും വെടിവെച്ചു കൊന്നു. സബാഷ് ബാലകൃഷ്ണ, നീ റാൻഡിനെ കൊന്നല്ലോ. ഇനി അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവർക്കും മുക്തി കിട്ടുമല്ലോ. പക്ഷെ അപ്പോൾ ദാമോദറിന് രണ്ടാമതും വാസുദേവന്റെ ശബ്ദം കേട്ടു. ഗോന്ദിയ ആലാരേ, എന്താ? ഗോന്ദിയ ആലാരേ. ഇതെന്ത് കൺഫ്യൂഷനാണ്? വാസുദേവ് ജി എന്തിനാണ് വീണ്ടും ഗോന്ദിയാലാറ എന്ന് പറഞ്ഞത്? കാരണം ബാലകൃഷ്ണൻ ഏത് വണ്ടിയിലാണോ വെടിവെച്ചത് ആ വണ്ടിയിൽ വാൾട്ടർ റാൻഡ് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ലെഫ്റ്റനന്റ് അയ്യേഴ്സ് ആയിരുന്നു മരിച്ചുപോയത്. അപ്പോ വാൾട്ടർ റാൻഡ് അന്ന് രക്ഷപ്പെട്ടോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അവരെ കൊന്നത്? പറയാം. വാസുദേവ് ആദ്യത്തെ കുതിരവണ്ടിയുടെ മേലുള്ള ആക്രമണം കണ്ടുകൊണ്ടിരിക്കെ ഉടനെ തന്നെ 4 ചക്രമുള്ള ഒരു കുതിരവണ്ടി വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബാലകൃഷ്ണൻ വെച്ച ആദ്യത്തെ വെടിയുടെ ശബ്ദം കേട്ട ഉടനെ ആ കുതിരവണ്ടിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉറക്കി ചോദിച്ചു, ഡ്രൈവർ, എന്തു പറ്റി? ഇതെന്ത് ശബ്ദമാണ് കേട്ടത്? ആ ഇംഗ്ലീഷ് ഓഫീസറെ കണ്ട് വാസുദേവ് ആകെ പകച്ചുപോയി. മഹാദേവ്, റാൻഡെ ഈ വണ്ടിയിലാണല്ലോ. ദാമോദർജിയെ ഉടനെ അറിയിക്കണം. അതുകൊണ്ട് വാസുദേവ് വീണ്ടും ഒരിക്കൽ കൂടി ഒച്ചയിട്ടു, വെളുമ്പൻ വന്നു, വെളുമ്പൻ വന്നു. അത് ദാമോദർ കേട്ടു. എന്ത്? പിന്നെയോ? അതിന്റെ അർത്ഥം ആ വണ്ടിയിൽ വോൾട്ടർ റാൻഡ് അല്ലായിരുന്നോ? എന്തു തന്നെ സംഭവിച്ചാലും നീ ഇന്ന് മരിച്ചിരിക്കും റാൻഡ്. ദാമോദർ തന്റെ പിസ്റ്റൾ പുറത്തെടുത്ത് കുതിരവണ്ടിക്ക് പിന്നാലെ പാഞ്ഞു. എന്നിട്ട് കുതിരവണ്ടിയുടെ പിന്നിലൂടെ കയറി വാൾട്ടർ റാൻഡിനെ വെടിവെച്ചു വീഴ്ത്തി.
വോൾട്ടർ റാൻഡ് ഹോസ്പിറ്റലിൽ 12 ദിവസത്തിനു ശേഷം 1897 ജൂലൈ 3 മരണപ്പെട്ടു. ഇതറിഞ്ഞ വെള്ളക്കാരുടെ സർക്കാരിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ സർക്കാർ ഒരുപാട് നിരപരാധികളെ പിടിച്ച് ജയിലിലടച്ചു. റാൻഡിനെ കൊന്ന ആളുകളെ കണ്ടുപിടിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ 20,000 രൂപ സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചു. ആ സമയത്തൊക്കെ അത് വളരെ വലിയ തുകയായിരുന്നു. റൈറ്റ് സംസ്കൃതി? കറക്റ്റ്. ഈ പണത്തോടുള്ള അത്യാഗ്രഹം കാരണം ചാപ്പേക്കർ സഹോദരങ്ങളുടെ കൂട്ടുകാർ ഗണേഷ് ദ്രവിഡ്, രാംചന്ദ്ര ദ്രവിഡ്, ഈ 2 സഹോദരങ്ങൾ ദാമോദറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ സർക്കാരിന് ഇൻഫർമേഷൻ കൊടുത്തു. ദാമോദറിനെ സർക്കാർ മുംബൈയിൽ നിന്ന് പിടിച്ചു. 1898 ഏപ്രിൽ 8 ദാമോദറിനെ തൂക്കിലേറ്റി. 1898 ഡിസംബറിൽ ബാലകൃഷ്ണൻ നിസാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു. 1899 ഫെബ്രുവരി 8 ദ്രവിഡ് സഹോദരങ്ങൾക്ക് അവർ ചെയ്തതിനുള്ള ശിക്ഷ മഹാദേവ്, വാസുദേവ് പിന്നെ സാട്ടയും നൽകി. ഗണേഷ്, രാമചന്ദ്ര, ഓടിക്കോ! ഈ ഒരു ഷൂട്ടൌട്ടിന് ശേഷം വാസുദേവനെയും മഹാദേവനെയും പിടിക്കുകയും ചെയ്തു. വാസുദേവനെയും മഹാദേവനെയും ബാലകൃഷ്ണനെയും 1899 മെയ് 18 തൂക്കിലേറ്റാൻ വിധിച്ചു. സാട്ടയ്ക്ക് ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. കാരണം അവൻ മൈനർ ആയിരുന്നു. ട്രിഷ്, ബാൾട്ടിക്കുഞ്ഞെ, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി മുതൽ ഞാനും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കും. സാപ്പേക്കർ സഹോദരങ്ങളും കൂട്ടുകാരും ചെയ്ത പോലെ. അഭിമാനത്തോടെ പറയൂ. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.